നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയയാണ് നോക്കുന്നത്. ക്രിയയെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ടായിരുന്നു. കർമ്മ കെ ആധാർ പർ, പ്രയോഗ് യാ രചന കെ ആധാർ പർ, അർത്ഥ കെ ആധാർ പർ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭേദമായിട്ടുള്ള കർമ്മ കെ ആധാർ പർ, അതിൽ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. അകർമ്മക്രിയ और സകർമ്മക്രിയ. അപ്പോൾ അകർമ്മക്രിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സകർമ്മക്രിയയാണ് നോക്കുന്നത്. जो क्रियाएं कर्म की अपेक्षा रखती है और कर्म के अभाव उनका अर्थ स्पष्ट नहीं हो पाता है, सकर्म क्रिया कहलाती है. അതായത് കർമ്മസഹിത് ക്രിയക്കോ സകർമ്മക്രിയ कहते हैं. കർമ്മമുള്ള ക്രിയയാണ് നമ്മൾ സകർമ്മക്രിയ എന്ന് പറയുന്നത്. സിമ്പിളായി നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. കർമ്മസഹിത് ക്രിയക്കോ സകർമ്മക്രിയ कहते हैं. മാനെ സഹിത് എന്നാണ്. സ പ്ലസ് കർമ്മമാണ്. സകർമ്മ എന്ന് പറഞ്ഞാൽ സ പ്ലസ് കർമ്മ. കർമ്മമുള്ള ക്രിയയാണ് സകർമ്മക്രിയ. മനസ്സിലായല്ലോ? ഉദാഹരണം: പഠന, ലിഖന, ഖാന, പീന, ഖേൽന ആദി അല്ലേ. सकर्मक्रिया के 3 भेद होते हैं. सकर्मक्रिया के 3 भेद होते हैं. അപ്പോൾ സകർമ്മക്രിയയെ വീണ്ടും നമ്മൾ മൂന്നായി തിരിച്ചിരിക്കുകയാണ്. പൂർണ്ണ ഏകകർമ്മം, അതായത് സകർമ്മക്രിയ, ഒരു കർമ്മം മാത്രമുള്ള ക്രിയയാണ് നമ്മൾ പൂർണ്ണ ഏകകർമ്മം അല്ലെങ്കിൽ സകർമ്മക്രിയ എന്ന് പറയുന്നത്. ഐസി ക്രിയയും ഏകകർമ്മക്കെ സാത്ത് അർത്ഥ പ്രകട करती है. ഇങ്ങനെയുള്ള ക്രിയകൾ ഒരു കർമ്മത്തിൻ്റെ സഹായത്തോടെ അർത്ഥം വ്യക്തമാക്കുന്നു. ഉദാഹരണം: റാണി ഗാന ഗാ രഹി ഹെ. ഈ വാക്യത്തിൽ എന്താണ്? റാണി കർത്താവാണ്, ഗാന എന്നുള്ളത് കർമ്മമാണ്, ഗാ രഹി ഹെ എന്നുള്ളത് ക്രിയയാണ്. അപ്പോൾ ഗാന എന്താണ്? കർമ്മം, ഒരു കർമ്മമാണ്. രാം പത്ര ലിഖാ ഹെ. റാം എന്താണ്? കത്തെഴുതി അല്ലേ. രാം പത്ര ലിഖാ ഹെ. രാം കർത്താവാണ്, പത്ര കർമ്മം, ലിഖ എന്നുള്ളത് ക്രിയയാണ്. മോഹൻ കഹാനി ലിഖ് രഹാ ഹെ. മോഹൻ കർത്താവാണ്, കഹാനി കർമ്മമാണ്, ലിഖ് രഹാ ഹെ എന്താണ്? ക്രിയയാണ്. അപ്പോൾ സകർമ്മക്രിയയെ ഒന്നും കൂടി നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കർത്ത കർമ്മക്രിയ ഇവ മൂന്നുമുള്ളൊരു വാക്യമാണെങ്കിൽ അതെന്തായിരിക്കും? സകർമ്മക്രിയയായിരിക്കും കേട്ടോ. ഒരു വാക്യത്തിൽ കർത്ത കർമ്മ ക്രിയ ഹോത്തെ ഹെ തോ ഉസ്സെ സകർമ്മക്രിയ कहते हैं. ഒരു വാക്യത്തിൽ ഇവ മൂന്നും ഉണ്ടെങ്കിൽ അത് സകർമ്മക്രിയയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അകർമ്മക്രിയയിൽ എന്തുണ്ടാവില്ല? കർമ്മം ഉണ്ടാവില്ല. അവിടെ കർത്താവും ക്രിയയും മാത്രമാണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? വളരെ സിമ്പിളല്ലേ? इन वाक्यों में क्रिया पर क्या के उत्तर में प्राप्त संज्ञा प्रत्यक्ष കർമ്മ कहलाती है. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ ഈ 3 വാക്യം നമ്മൾ പഠിച്ചു. ഈ വാക്യത്തിൽ നമ്മൾ എന്താണ്? क्रिया पर क्या के उत्तर में प्राप्त संज्ञा प्रत्यक्ष कर्म कहलाती है. അപ്പോൾ റാണി क्या करती है എന്ന് ചോദിക്കുമ്പോൾ, क्या गाती है എന്ന് ചോദിക്കുമ്പോൾ, റാണി क्या गाती है എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത്? ഗാന എന്നുള്ള ഉത്തരമാണ്. അതിനെന്താണ് പറയുക? പ്രത്യക്ഷ കർമ്മം എന്ന് പറയും. അപ്പോൾ രാം പത്ര ലിഖാ ഹെ എന്ന വാക്യത്തിൽ റാം ക്യാ ലിഖ എന്ന് ചോദിക്കുമ്പോൾ പത്രാണ് ഉത്തരം കിട്ടുന്നത്. അവിടെ പ്രത്യക്ഷ കർമ്മമാണ്. ആ പത്ര എന്നുള്ളത് പ്രത്യക്ഷ കർമ്മം എന്ന് പറയും. രണ്ടാമത്തെ ഭേദം പൂർണ്ണ ദ്വികർമ്മം, അതായത് സകർമ്മക്രിയ തന്നെയാണ്. സകർമ്മക്രിയയുടെ രണ്ടാമത്തെ ഭേദം പൂർണ്ണ ദ്വികർമ്മം. ഐസി സകർമ്മക്രിയയും ദോ കർമ്മ കെ സാത്ത് അർത്ഥ പ്രകട करती है. വളരെ എളുപ്പമാണ്. ഒന്നാമത്തേത് ഏകകർമ്മകം, രണ്ടാമത്തേത് ദ്വികർമ്മകം. ഏകകർമ്മകിൽ ഒരു കർമ്മം മാത്രമുണ്ടാകും, ദ്വികർമ്മകിൽ 2 കർമ്മങ്ങൾ ഉണ്ടാകും. അപ്പോൾ 2 കർമ്മത്തിൻ്റെ സഹായത്തോടെ അർത്ഥം വ്യക്തമാക്കുന്ന ക്രിയകളെയാണ് നമ്മൾ പൂർണ്ണ ദ്വികർമ്മ ക്രിയ എന്ന് പറയുന്നത്. ഉത്തരം: ശ്യാമിനെ മോഹൻ കോ പത്ര ലിഖ. ഇവിടെ നോക്കി, ശ്യാം എന്താണ്? കർത്താവാണ്. മോഹൻ കോ പത്ര ലിഖ. ഈ മോഹൻ കോ എന്നുള്ളത് എന്താണ്? ഒരു കർമ്മമാണ്. പത്ര എന്നുള്ളത് രണ്ടാമത്തെ കർമ്മമാണ്. ലിഖന എന്നുള്ളത് എന്താണ്? ക്രിയയാണ്. രണ്ടാമത്തെ വാക്യം: മേനെ ഉമേഷ് കോ കിതാബ് ദി. മേനെ എന്താണ്? കർത്താവാണ്. ഉമേഷ് കോ എന്താണ്? കർമ്മമാണ്. കിതാബ് എന്താണ്? അതും രണ്ടാമതൊരു കർമ്മമാണ്. ദി എന്നുള്ളത് ദിയ എന്നുള്ളതിൻ്റെ
പാസ്റ്റ് ഫോമാണ് ദിയ, ദേന എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണത്. ദി എന്നുള്ളത് ക്രിയയാണ്. നീമാനെ മുझे ചിത്ര ദിഖായ, നീമ എന്നുള്ളത് കർത്താവാണ്. മുझे എന്താണ് അവിടെ? കർമ്മമാണ്. ക്യാ ദിഖായ? ചിത്ര ദിഖായ അല്ലേ? എന്താണ് കാണിച്ചത്? ചിത്രമാണ്. ചിത്രം എന്താണ്? കർമ്മമാണ്. ദിഖായ ക്രിയയാണ്. അപ്പോൾ ഇവിടെ ഈ 3 വാക്യങ്ങളിൽ എന്താണ്? 2 കർമ്മങ്ങൾ വീതം വരുന്നുണ്ട്. ഉപയുक्त वाक्यों में क्रिया पर क्रिया के उत्तर में प्राप्त संज्ञा प्रत्यक्ष कर्म तथा किसको किसे के उत्तर में प्राप्त संज्ञा अप्रत्यक्ष कर्म कहलाती है. അതായത് ഈ വാക്യത്തിൽ ക്യാ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെ എന്ത് പറയും? പ്രത്യക്ഷ കർമ്മം എന്ന് പറയും അല്ലേ? ശ്യാമിനെ മോഹൻകോ പത്ര ലിഖ, ശ്യാമിനെ ക്യാ ലിഖ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ശ്യാമിനെ പത്ര ലിഖ എന്ന് പറയും. അതെന്താണ്? ആ പത്രം എന്താണ്? പ്രത്യക്ഷ കർമ്മമാണ്. അപ്പം നമ്മൾ കിസ്കോ കിസെ എന്ന് ചോദിക്കുകയാണ്. ശ്യാമിനെ കിസ്കോ പത്ര ലിഖ, അങ്ങനെ നമ്മൾ ചോദിക്കുകയാണ്. ശ്യാമിനെ കിസ്കോ പത്ര ലിഖ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം കിട്ടുന്നത്? ശ്യാമിനെ മോഹൻകോ പത്ര ലിഖ അല്ലേ? ശ്യാമിനെ മോഹൻകോ പത്ര ലിഖ. അപ്പോൾ അതെന്താണ്? ആ കിട്ടുന്ന ഉത്തരം എന്താണ്? അപ്രത്യക്ഷ കർമ്മമാണ്. ഇനി എന്താണ്? മോഹൻകോ എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിസ്കോ കിസെ ചോദിച്ചാൽ കിട്ടുക. അതെന്താണ്? അപ്രത്യക്ഷ കർമ്മം. രണ്ടാമത്തേത് നോക്കിയേ, മേനെ ഉമേഷ് കോ കിതാബ് ദി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, തുമ്നെ ഉമേഷ് കോ ക്യാ ദി? തുമ്നെ ഉമേഷ് കോ ക്യാ ദിയാ? അപ്പോൾ എന്താണ്? നമ്മളെന്താ പറയുക? ഒരാളോട് ചോദിച്ചു, മേനെ ഉമേഷ് കോ കിതാബ് ദിയ എന്ന് പറയും അല്ലേ? മേനെ ഉമേഷ് കോ കിതാബ് ദിയ. അപ്പോൾ കിതാബാണ് കൊടുത്തത്. ക്യാ ദിയ ചോദിക്കുമ്പോൾ നമ്മൾ കിതാബ് ദിയ എന്ന് പറയും. അപ്പോൾ തുമ്നെ കിസ്കോ കിതാബ് ദി എന്ന് ചോദിക്കുമ്പോൾ എന്താ അവിടെ വരിക? മേനെ ഉമേഷ് കോ. ആർക്കാണ് കൊടുത്തത്? ഉമേഷ് കോ. ആ ഉമേഷ് കോ എന്നുള്ള കർമ്മത്തിനാണ് അവിടെ ആൻസർ. അതാണ് അപ്രത്യക്ഷ കർമ്മം എന്ന് പറയുന്നത്. ക്യാ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? പ്രത്യക്ഷ കർമ്മവും. കിസ്കോ കിസി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം അപ്രത്യക്ഷ കർമ്മവുമാണ്. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ഭേദമായിട്ടുള്ള അപൂർണ്ണ സകർമ്മ ക്രിയയാണ്. അപൂർണ്ണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ? പൂർണ്ണമല്ലാത്ത സകർമ്മ ക്രിയയാണ് അല്ലേ? जो क्रियाएं कर्म के होने के बावजूद पूर्ण अर्थ देने में असमर्थ होती है അപൂർണ്ണ ക്രിയ कहलाती है അല്ലേ? കർമ്മം ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ അർത്ഥം പൂർണ്ണമാവില്ല. അങ്ങനെയുള്ള ക്രിയകളെയാണ് അപൂർണ്ണ സകർമ്മ ക്രിയ എന്ന് പറയുന്നത്. സമജ്ന, ചുനിന, മാനന, ബനാന ആദി. मैं उसे अपना भाई मानता हूँ अल्ले? मैं उसे अपना भाई मानता हूँ. वह अजय हो बुद्धिमान समझता है. तुम हमें मूर्ख बना रहे हो. ഇവിടെയെല്ലാം എന്താണ്? അർത്ഥം നമുക്കത്ര ഒരു സ്പഷ്ടമല്ല. അതാണ് അപൂർണ്ണ സകർമ്മക്രിയ. അപ്പോൾ സകർമ്മക്രിയ 3 തരത്തിലുണ്ട്. എന്തൊക്കെയാണ്? ഏകകർമ്മ, ദ്വികർമ്മ और അപൂർണ്ണ സകർമ്മക്രിയ. അപ്പോൾ സകർമ്മക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മസഹിത ക്രിയാക്കോ സകർമ്മക്രിയ कहते हैं. അപ്പോൾ സകർമ്മക്രിയയിൽ എന്തുണ്ടാവും? കർത്ത, കർമ്മ, ക്രിയ ഇവ 3 ഉണ്ടെങ്കിൽ എന്താണ്? സകർമ്മക്രിയയാണ്. പിന്നെ അകർമ്മക്രിയയിൽ എന്തുണ്ടാവില്ല? കർമ്മം ഉണ്ടാവില്ല. അതാണ് സകർമ്മക്രിയയും അകർമ്മക്രിയയും തമ്മിലുള്ള വ്യത്യാസം. ഇവ മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് പറയേണ്ടത്? ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് സകർമ്മക്രിയയും അകർമ്മക്രിയയും മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. കുറച്ച് എക്സസൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നിന്ന് സകർമ്മക്രിയ അകർമ്മക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സസൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.